അപ്പോൾ നമ്മൾ ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് എൻ്റെ പുറകിൽ കാണുന്ന ഈ റോഡുകൾ നടപ്പാതയായിരുന്നു. പണ്ട് കാലത്ത് ഈ ദ്വീപിലുള്ള ആളുകൾക്ക് 90% ആളുകൾക്കും സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാതയായിരുന്നു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം വാഹനങ്ങളൊക്കെ കൂടിയതിൻ്റെ ശേഷമാണ് റോഡ് കുറച്ച് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്തത് എന്നാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ദ്വീപിൽ കാണാൻ കഴിയുന്ന കുറച്ച് ജീവികളെന്ന് പറയുന്നത് കൂടുതലായിട്ടും ആടുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ പച്ചിലകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഇവർ ചകിരിയുടെ മറ്റേ എന്താ പറയുക അർജോ ചകിരിയിലെ ചകിരി തിന്നുക. അതുപോലെ എവിടെ നോക്കിയാലും മണലായതുകൊണ്ട് നമുക്ക് പച്ചപ്പ് അങ്ങനെ കൃഷി കാണൂല. അപ്പോൾ ഓല് ഇങ്ങനത്തെ സാധനങ്ങൾ, അതായത് ഈ ഒരു കാലാവസ്ഥയും ഇവിടുത്തെ പരിസ്ഥിതിയൊക്കെ ആയിട്ട് ഇണങ്ങി ചേർന്നിട്ടുണ്ട് ആടുകൾ. അപ്പോൾ നമ്മൾ ഒരു പള്ളിയുടെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ പിറകുവശത്ത് കാണുന്നത് ഒരു പള്ളിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത 10-30 വർഷം മുമ്പൊക്കെ ഇത്തരത്തിലുള്ള പള്ളി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എത്ര ചെറിയ പള്ളിയാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ പുറകിൽ കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ഖബർസ്ഥാനുകൾ നമുക്ക് എല്ലാ പള്ളികളുടെയും മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ച സമയത്ത് ഓരോ കുടുംബങ്ങൾ അവരുടെ ഭൂസ്വത്ത് വഖഫ് ചെയ്തിട്ട് വഖഫ് ബോർഡിന് വഖഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ കുടുംബങ്ങൾക്കും അവരുടെ അണ്ടറിൽ ഒരു പള്ളി ഉണ്ടാവും. ആ സ്ഥലം വഖഫ് ബോർഡിന് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി പിന്നെ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഖബർസ്ഥാനും മറ്റൊക്കെ ആയിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ചായപ്പീടിയിലാണ്. വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെയുള്ള വലിയ തരത്തിലുള്ള ഹോട്ടലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത്തരത്തിൽ ഓരോ 10 വീട് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ചായപ്പീടികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ചായ എന്ന് പറയുന്നത് ഭയങ്കര ക്രൈസാണ്. ഇത്തരം ചായപ്പീടികൾ 2 തരത്തിലുള്ള ചായപ്പീടികളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് മരിബോട് കൂടി അടക്കുന്ന തരത്തിലുള്ള ചായപ്പീടിയ. മറ്റേത് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡ് രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്ന ചായപ്പീടികളും. ഇത്തരത്തിൽ 2 തരത്തിലുള്ള ചായപ്പീടികളാണ് ഇവിടെ ഉള്ളത് കാര്യമായിട്ട്. ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്ന ചായപ്പീടികൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്ന ചായപ്പീടികൾ പുലർച്ചെ 3 മണി വരെയൊക്കെ ഉണ്ടാവും. ഇവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബീഡി വലിക്കുക, അതേപോലെ ചായ കുടിക്കുക. ഇത് രണ്ടും അവർക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ 10 വീടുകൾ കഴിഞ്ഞിട്ടും ചായപ്പീട നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചായപ്പീടികയിലൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്ന ചായപ്പീടികളിൽ 3 മണി വരെയൊക്കെ ആണ് 3 മണി സമയം വരെ അവർ ഓപ്പൺ ആയിരിക്കും. കാരണം 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് കടലിലേക്ക് ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അവർക്ക് ഒരു ചായ കുടിച്ച് പോകുന്ന രീതിയിൽ അതുവരെ എന്തുണ്ടാവും, അവിടെ ചായ കച്ചവടം ഉണ്ടാവും. വളരെ ചെറിയൊരു ചായപ്പീടിയാണ് അല്ലേ? പക്ഷേ നമ്മളെ നാട്ടിലുള്ളത് പോലെ ചില്ലിട്ട അലമാരയിലൊന്നല്ല. ഇങ്ങനെ ഒരു ഇതെന്താ പറയുക, സാസറോ ഡവറയിലൊക്കെയാണ് പലഹാരങ്ങളൊക്കെ. ഇവിടെ ഒന്നായിട്ട് കൊണ്ടുവയ്ക്കാം, ആവശ്യം വയർ നിറച്ച് കഴിക്കാം. പിന്നെ നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെട്രോൾ, ഡീസൽ എന്നീ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ബൈക്കിൻ്റെ പെർമിറ്റ് വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഭൂരിഭാഗം ആളുകളുടെ അടുത്തും സൈക്കിളാണുള്ളത്. പക്ഷേ ബൈക്കുള്ള ആളുകൾക്ക് ഒരു മാസത്തേക്ക് 10 ലിറ്റർ പെട്രോൾ വെച്ച് ലഭിക്കും. പെട്രോളാണ് ഇവിടെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഡീസൽ ഇവിടെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഇല്ല എന്നല്ല, പെട്രോളിൻ്റെ അത്ര തന്നെ ഡീസലിന് ഉപയോഗമില്ല. അപ്പം ബൈക്ക് രജിസ്ട്രേഷനുള്ള ആളുകൾക്ക് ഇവിടുത്തെ സൊസൈറ്റിയിൽ നിന്നും ഒരു മാസത്തേക്ക് 10 ലിറ്റർ പെട്രോള് കാർഡ് വെച്ച്, റേഷൻ കാർഡ് വെച്ചിട്ട് തോന്നുന്നുണ്ട്, എന്തൊരു കാർഡ് വെച്ചിട്ട് ഇവർക്ക് ലഭിക്കും. പിന്നെ അങ്ങനെയാണ് പെട്രോളിൻ്റെ കാര്യം വരുന്നത്. ഡീസൽ അതേപോലെ തന്നെ. പിന്നെ ഇവിടെയുള്ള ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് പിന്നെ പെട്രോളൊന്നും അങ്ങനെ തികയില്ല. അപ്പോൾ അവർ പിന്നെ ബ്ലാക്കിൽ, മറ്റ് ദ്വീപുകളിൽ നിന്നും ബ്ലാക്കിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ ഉരുവൊക്കെ സ്വന്തമായിട്ടുള്ള ടീമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അവർ മംഗലാപുരത്തു നിന്നോ കൊച്ചിയിൽ നിന്നൊക്കെ ഉരുവിൽ കയറ്റിയിട്ട് കൊണ്ടുവരുന്നതുണ്ട്. ഓക്കെ, ഡീസലും പെട്രോളും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഡീസൽ വാഹനങ്ങളുള്ള ആളുകൾ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് അവർ ചെയ്യുന്ന കാര്യം, പിന്നെ ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾക്ക് വലിയ അളവിലാണ് പിന്നെ
വലിയ അളവിലാണ് അവർക്ക് ഡീസൽ കൊടുക്കാം. അപ്പം മറ്റേ ആ വലിയ ഇതുണ്ടല്ലോ, എന്തേലും പറയല്, വലിയ പാത്രം, നമ്മളെ ഇവിടുത്തെ റമ്മ് പോലത്തെ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ, മറ്റേ റേഷൻ കടയിലൊക്കെ ഉണ്ടാവുന്നത്, മണ്ണെണ്ണൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്, അതേപോലത്തെ ആ പാത്രത്തിലാണ് കൊടുക്കുക. അപ്പം അവർ ഡീസൽ ആവശ്യമുള്ള ആളുകൾ പിന്നെ ബോട്ട് ഉടമസ്ഥരെ സമീപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള, അപ്പം ബോട്ടിലെ ഉടമകൾക്ക് ഒരു പാത്രമാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ അവരോട് 2 പാത്രം എടുക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ അവർക്ക് അവരുടെ ആവശ്യം ടൂറിസത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ എല്ലാം ഉപരിയായിട്ട് ഇവിടെ നിലവിൽ 1 ലിറ്റർ ഡീസലിന് 180 രൂപയും പെട്രോളിന് 280 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ റോഡ് സൈഡിലുള്ള തെങ്ങിനൊക്കെ ഒരു പ്രത്യേകതരം നിറം പൂശിയതായിട്ട്, നിറം പെയിൻ്റ് അടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഇവിടെ ഈ അടുത്ത് 4 വർഷത്തോളമായിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന പ്രഫുൽ പട്ടേൽ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വരുത്തിയിട്ടുള്ളൊരു മാറ്റമാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ മുഴുവൻ തെങ്ങുകളും ഇവിടെ ഉള്ള ആളുകളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഇത് അങ്ങനെ തന്നെയാണ് ഉള്ളത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഈ റോഡ് സൈഡിലുള്ള വസ്തുക്കളൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധപൂർവ്വം ഇവിടെ പെയിൻ്റ് അടുപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യം ഈ കാപ്പി നിറം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളും സമരങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് അതിനുശേഷം അവർ നിർബന്ധപൂർവ്വം അദ്ദേഹത്തോട് വെള്ള പെയിൻറ്റും കൂടി അടുപ്പിച്ച്, അതായത് കാവ്യ നിറം പറ്റൂല, അത് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു നിറം കൂടി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം വന്നതിന് ശേഷം, ഈ പ്രഫുൽ പട്ടേൽ വന്നതിന് ശേഷം ഇവിടുത്തെ ആളുകളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ നരകതുല്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഇവിടുത്തെ ഒരു സൈക്കിൾ ഷോപ്പാണ്. ഞാൻ പറഞ്ഞു ഇവിടെ കൂടുതലായിട്ടും സൈക്കിളിൻ്റെ ഉപയോഗമാണുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പുതിയ മോഡൽ സൈക്കിളുകളൊക്കെ ഇവിടെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ. ഗിയറുള്ള സൈക്കിൾ ഇവിടെ കണ്ടില്ല. ഇതിന് നേരെ എതിർവശത്തായിട്ട് തന്നെ ഇന്ന് പുതിയ സൈക്കിളുകൾ വിൽക്കുന്ന സ്ഥലം, ഇവിടെ നമുക്ക് വർക്ക്ഷോപ്പും കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഒരു നഴ്സറിയുടെ മുന്നിലാണ്. അപ്പോൾ നഴ്സറി നമ്മുടെ നാട്ടിലുള്ളതുപോലെ കുട്ടികളെ ആകർഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പാർക്ക് എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇതും നഴ്സറിയുടെ ബാക്കി ഭാഗം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ആരുമില്ല, വൈകുന്നേര സമയമാണ്. ഓക്കെ. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ഓഫീസും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് തോന്നിയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലും, അതായത് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും മഗ്‌രിബിന് മുമ്പായിട്ട് തന്നെ മുതിർന്ന വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിനുള്ളിലേക്ക് കയറണം എന്നാണ് ഇവിടുത്തെ ഒരു ആചാരം. ഇല്ലാത്ത പക്ഷം അവരെ പിന്നെ അന്നേ ദിവസം വീട്ടിലേക്ക് കയറ്റില്ല. ഉമ്മമാർ അത്യാവശ്യം പ്രായമുള്ള 30-35 വയസ്സായ ആളുകളായാൽ പോലും അതിനുശേഷം അവരെ വീടിനുള്ളിലേക്ക് കയറ്റൂല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. തിങ്കളാഴ്ച രാവിലെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ. ഓക്കെ. അതിന് കാരണമായിട്ട് പറയുന്നത്, അവരെ ഫാമിലിയിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാ ആഴ്ചയിലെ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലും നടക്കും. അതുകൊണ്ട് മഗ്‌രിബിന് മുമ്പായിട്ട് വീട്ടിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ അന്നേ ദിവസം പിന്നെ വീട്ടിലേക്ക് ഉമ്മമാരെ കയറ്റൂല എന്നാണ് പറയുന്നത്. ഓക്കെ. കടമത്ത് ദ്വീപിൽ ജുമുഅ നടക്കുന്ന ഒരേ ഒരു പള്ളി മാത്രമാണുള്ളത്. ആ പള്ളിയാണിത്. ഈ പള്ളിയുടെ മുമ്പിലായിട്ട് നമുക്ക് SKSF ഓഫീസ്, കടമത്ത് SKSFിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇതാണ് പള്ളിയിലേക്കുള്ള എൻട്രൻസ്. ഓക്കെ. ഇവിടെ 6000-ഓളം വരുന്ന ജനങ്ങളാണ് പാർക്കുന്നത്. ഈ ജനങ്ങൾക്ക് മുഴുവനായിട്ട് വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ ആകെ ഒരേ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. ആ പള്ളിയാണ് ഈ കാണുന്നത്. പക്ഷേ അങ്ങനെ ജുമുഅ നടക്കുന്ന ഒരേ ഒരു പള്ളിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ചെറിയ പള്ളികൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഈ ദ്വീപിൽ എത്രത്തോളം ചായപ്പീടിയുണ്ടോ അത്രത്തോളം തന്നെ നമുക്ക് ചെറിയ സ്രാമ്പിയകൾ നമുക്ക് കാണാൻ കഴിയും. ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഖബർസ്ഥാനും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. ഈ പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു മദ്രസയാണെന്ന് തോന്നുന്നു. ഓക്കെ. യെസ്, ഇവിടെ ഒരു മദ്രസയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇത് മദ്രസ. ഓക്കെ. ഇത് പള്ളി. ഓക്കെ. ഇതാണ് നമ്മൾ കടമത്ത് ദ്വീപിലെ ഏക ജുമാഅത്ത് പള്ളി. ആ പള്ളിയുടെ പള്ളിക്കുളാണ് ഈ കാണുന്നത്. ഓക്കെ. ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഈ ബീച്ച് കാണാൻ കഴിയും. ഓക്കെ. നിങ്ങൾ ഇവിടുത്തെ ആളാ? എന്താ പേര്?
നവാസ്. ഓക്കെ. ഇതിൽ യൂട്യൂബ് ഇതിൽ വീഡിയോ എങ്ങനെ ചെയ്യാം? ഇതിൽ പിന്നെ മറ്റേ വെള്ളം ഉപ്പ് വെള്ളം അതിലുണ്ടാവുക? ആ സാധാരണ കിണറ്റിലുള്ള അതേപോലെ വെള്ളം കുടിക്കാൻ പറ്റൂല. കിണറിലുള്ള അതേ വെള്ളമല്ല, അല്ല കടലിനോട് ചേർന്നതായുണ്ടാക്കല്ലേ? ചേറ് ചളി ഉണ്ട് അല്ലേ? ആ പച്ച കളർ. മഴക്കാലം നല്ല വെള്ളം കൂടി വരും. ആ ശരി. നിങ്ങളെ പേര്? നവാസ്. ഓക്കെ, എന്നാൽ ശരി. അസ്സലാമു. നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരേ ഒരു ജുമാഅത്ത് പള്ളിയായിട്ടുള്ള പള്ളിയുടെ വശത്താണ്. പള്ളിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ മദ്രസയിലാണുള്ളത്. ഇത് 2ാം ക്ലാസ്സാണ്. ഓക്കെ. വിദ്യാർത്ഥികളോട് ഇശാന് ശേഷം നേരത്തെ ഉറങ്ങാനും സുബഹിക്ക് മുമ്പായി ഉണരാനും ശീലിക്കണം. ഫസ്റ്റ് ബെല്ലടിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പായി ക്ലാസ്സിലെത്തണം. ഉസ്താദുമാരെയും രക്ഷിതാക്കളെയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ക്ലാസ്സിൽ വരണം. ഓക്കെ. കുറേ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബെല്ല്, ഇതാണ് കേട്ടോ ബെല്ല്. ഇലക്ട്രിക് ബെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ബെല്ലടിക്കണ സാധനം ഇതാണ്, സ്പാൻഡർ. ഇതുകൊണ്ടാണ് പരിപാടി. ടിങ് ടിങ് ടിങ്. ദ്വീപിലൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇപ്പോൾ സാധനങ്ങളെ കൂടെ തന്നെ ഇവിടെ നമുക്ക് പെട്രോളും കാണാൻ കഴിയും. പെട്രോൾ കുപ്പിയിലാക്കി കൊടുക്കുകയാണ്. ഇതിവിടെ കടമത്ത് ദ്വീപിലെ നമ്മുടെ അടുത്ത അക്ഷയക്ക് സമാനമായിട്ടുള്ള ഒരു സർവീസ് സെൻ്ററാണ്. ആശ്രയ സർവീസ് സെൻ്റർ, കടമത്ത് നോർത്ത്. ഓക്കെ. ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ രാത്രി ഭക്ഷണമാണ്. മീനുണ്ട്, ചെറിയ കടിയാണ്, ചപ്പാത്തി ഉണ്ട്, മീനുണ്ട് അല്ലേ മാഷേ? മീൻ ബിരിയാണി ഉണ്ട്, പിന്നെ ഫ്രൈ ഉണ്ട്. ഓക്കെ. മീൻ തന്നെ ഉള്ളൂ.